അഹ്ലുൽ ബൈത്തിനെ അങ്ങേയറ്റം മാനിക്കണമെന്നും ഏത് കാര്യത്തിലും അവരുമായി കൂടിയാലോചിക്കണമെന്നുമായിരുന്നു പ്രധാന നിർദ്ദേശം. പക്ഷേ അന്ന് നിറയും യസീദിന്റെ ഭരണത്തിൽ അഴിമതി കണക്കില്ല, ജനം മറക്കില്ല, മനം പൊറുക്കില്ല, ക്രൂരത സഹിക്കില്ല. അന്ന് നിറയും യസീദിന്റെ ഭരണത്തിൽ അഴിമതി കണക്കില്ല, ജനം മറക്കില്ല, മനം പൊറുക്കില്ല, ക്രൂരത സഹിക്കില്ല. ജീവിത സൗജന്യത്തിൽ ഹുസൈനോരെ എതിർത്തു, ജനമെന്നും ഓടിയെത്തി ഹുസൈനോരെ അടുത്ത്. അവർ കാണുന്നേ റസൂലിനെ അകം നിറയുന്നേ, അവർ കാണുന്നേ റസൂലിനെ അകം നിറയുന്നേ. ദുഷ്ടനായ യസീദ് കിരാത് വർണ്ണമാനം നടത്തിയതിൽ ജനങ്ങൾ എല്ലാ വിധേനയും പൊട്ടി. അഹ്ലുൽ ബൈത്തിനെ അവൻ അങ്ങേയറ്റം അവഗണിച്ചുവെന്ന് മാത്രമല്ല പീഡിപ്പിക്കുകയും ചെയ്തു. പീഡനം അസഹ്യമായപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആദ്യം മദീനയിലേക്കും പിന്നീട് മക്കയിലേക്കും മാറി താമസിച്ചു. യസീദിനെ അനുസരിക്കാത്തവർക്ക് മദീനയിൽ വിലക്ക് കൽപ്പിക്കാൻ അവൻ ഗവർണർക്ക് നിർദ്ദേശം നൽകി. ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടെയും പൊറുതിമുട്ടി. യസീദിനെതിരെ ആവലാതികളുമായി ജനങ്ങൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. നൊമ്പരങ്ങളോടെ ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ വാത്സല്യനിധിയായ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള ശരീഫിൽ ചെന്ന് സങ്കടങ്ങൾ നിവർത്തി. വാതിൽ വരെ റൗളയിൽ നിന്ന് അവർ മയക്കത്തിലേക്ക് വീണു. അപ്പോഴതാ തന്റെ പ്രാണനായ നബ്തിരിമേനി തന്റെ സമീപം വന്ന് ആലിംഗനം ചെയ്ത് ചുംബിക്കുന്നു. ശേഷം പറഞ്ഞു, റൗളയിൽ നിന്നും നാദമുയർന്നു, റസൂൽ ഹുസൈനോരോടോതിടുന്നു, കർബല മണ്ണിൽ മോനത്തിരുമേ, കാവാലികൾ വാളാൽ നിലയാകുമേ, കൂഫയിൽ ഭരണത്തിനണിച്ചിടുന്നു, കൂഫക്കാർ നിർബന്ധം കാട്ടിയിടുന്നു, കണ്ണുനീർത്തില്ലാതെ ഇതിനെ അട്ടേക്കണ ചോദിക്കാൻ എന്റെ പൊന്നുമകനെ, നിന്നെ അപായം ഒരു കൂട്ടം ക്ലിയർ ആയില്ലേ? നോർമൽ മറ്റേ വൈറ്റ് ബാലൻസ് അതാണ് ഇനി അത് അടി കഴിക്കും. പക്ഷേ അദ്ദേഹത്തെയും കുടുംബത്തെയും അവർ നിഷ്കരുണം വധിച്ചു കളഞ്ഞിരുന്നു. ഈ വിവരം ഹുസൈൻ റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ല. ഒരു മുഹറം 10 അവർ ഗർഭരയിലെത്തി. എന്നാൽ തന്നെ നിർബന്ധിച്ച് വരുത്തിച്ചവർ പോലും തനിക്കെതിരെ നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ഞെട്ടുകൾ പൊട്ടി തുടങ്ങി, അതിലെന്താ പ്രശ്നമുണ്ട്? അസുഖമില്ലാണ്ട് പറഞ്ഞാൽ ജലത്തിനാലകാരം പൊങ്ങി, യസീദ് ക്രൂരത കാട്ടി, പട്ടാളക്കാവല് നിർത്തി, നാട് വിറപ്പിക്കുമെന്ന് യസീദ് കാട്ടുന്നു ഹുങ്ക്. പാവം പൈതൽ വാപ്പാക്കും കഴിഞ്ഞില്ല വിങ്ങൽ. യസീദിന്റെ സൈന്യം നബി കുടുംബത്തെ പരിഹസിച്ചു, കൂയി വിളിച്ചു. ദാഹശമനത്തിന് ഒരു തുള്ളി വെള്ളം പോലും നൽകില്ല. ഒരു തുള്ളി ജലത്തിനായി തന്റെ പിഞ്ചു മക്കൾ തൊണ്ടേതിൽ കരഞ്ഞു. ആ ആർത്തനാദം അന്തരീക്ഷത്തിൽ പ്രകമ്പനം കൊണ്ടു. ലോകഭൂതമായ രംഗങ്ങൾ, പറവകളുടെ കളകൂചനം അവിടെ മുഴങ്ങിയില്ല. പകലോട് കാർമേഘങ്ങളിൽ മറിഞ്ഞു. അതാ ഒരു ദയം കൂടാതെ യസീദിന്റെ സൈന്യം നബി കുടുംബത്തിലെ ആന്തരികളെ വധിക്കാൻ തുടങ്ങി. നബി കുടുംബത്തിലെ ആന്തരികളെ വധിക്കാൻ തുടങ്ങി. അപ്പോഴും തന്നെ 1.5 വയസ്സുള്ള പൊന്നുമോൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വടിയിൽ കിടന്ന് ഒരു തുള്ളി ജലത്തിനായി വിങ്ങിപ്പൊട്ടുകയായിരുന്നു. ഈ രംഗം നോക്കി നിൽക്കാൻ വാപ്പാക്ക് കഴിഞ്ഞില്ല. യൂഫ്രട്ടീസ് നദീതീരത്തേക്ക് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പിതാവ് നീങ്ങി.
പക്ഷേ നദിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളമെടുക്കാൻ യസീദിന്റെ സൈന്യം അനുവദിച്ചില്ല. പിടയുന്ന കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ പിതാവ് പറഞ്ഞു, കരയുന്നു കരളിന്റെ കുളിരാഗം ഹുസൈനാനി, കരയിലിരിക്കും കുഞ്ഞിമോനെ അന്ന് ദാഹത്തിൻ ജലത്തിനായി ഇരക്കുന്നു യസീദിലായി, തളരാത്ത മനസ്സിന്റെ തേങ്ങൽ ക്രൂരത കാട്ടി അന്ന് യസീദിന്റെ സൈന്യം, യൂഫ്രട്ടീസ് നദി അന്ന് തടയുന്നു സൈന്യം, കൊടുത്തുള്ളി ജലത്തിനായി ആകാശമുയർന്ന് ഒരിക്കലും മറക്കാത്ത നിൽക്കുന്നേ കർമ്മലയെന്നും കണ്ണിൽ വാർക്കുന്നു, റസൂലിന്റെ കല്ലിൽ കള്ളാഭരണമുയർന്നു, യസീദിന്റെ കൂരാകുതിപ്പിൽ മരിച്ചു, ഹുസൈനോരും പിടിഞ്ഞു മരിച്ചു, കരയിന്റെ ഹുസൈനാരി, കരയിലിരിക്കും കുഞ്ഞിമോന് അന്ന് ദാഹത്തിൻ ജലത്തിനായി ഇരക്കുന്നു യസീദിലായി, തളരാത്ത മനസ്സിന്റെ തേങ്ങൽ. ഈ കുഞ്ഞ് നിങ്ങളോട് തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഈ കുട്ടിയുടെ വരം കുടിക്ക് തൊണ്ട നൽകാനെങ്കിലും ഒരു തുള്ളി വെള്ളം തരൂ. ദാഹം കൊണ്ട് തൊണ്ടയിടയിൽ കരയുന്ന ആ കുഞ്ഞിന്റെ തൊണ്ടയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സൈന്യാധിപന്റെ അമ്പ് അത് ശീഘ്രം നീങ്ങി. അതെ, ആ അമ്പ് ആ കുഞ്ഞിന്റെ ഗളത്തിൽ തളച്ചു കഴിഞ്ഞിരുന്നു. തന്റെ മടിയിൽ കിടന്ന് ആ കുഞ്ഞു പൈതൽ പിടിഞ്ഞു മരിച്ചു. പിന്നീട് ഹുസൈൻ അവരുമായി ഏറ്റുമുട്ടി. പക്ഷേ ദാഹം ശമിക്കാനാവാത്തതിനാൽ ഏറെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതിക്രൂര